തിരുവനന്തപുരത്ത് തിരുവാതിരകളി മത്സരം സംഘടിപ്പിച്ച് ജീവകല കലാസാംസ്കാരിക മണ്ഡലം. വിവിധ ജില്ലകളിൽ നിന്ന് നിരവധി മത്സരാർത്ഥികളാണ് പങ്കെടുക്കാൻ എത്തിയത്. ജീവകല കലാസാംസ്കാരിക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിലാണ് സംസ്ഥാനതല തിരുവാതിര മത്സരം സംഘടിപ്പിച്ചത്. വിവിധ ജില്ലകളിൽ നിന്നുമായി 10 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. പാരമ്പര്യ കലാരൂപത്തിന്റെ തനിമ ഒട്ടും ചോരാതെ വാശിയോടെ ടീമുകൾ ചുവടുവെച്ചു. കഴിഞ്ഞ 9 വർഷമായി ഈ സംഘടനയുടെ നേതൃത്വത്തിൽ തിരുവാതിരകളി മത്സരം നടത്തി വരുന്നുണ്ട്. വേദിയിലും പിന്നണിയിലും മിക്കപ്പോഴും സ്ത്രീകൾ നേതൃത്വം കൊടുക്കുന്ന കലാരൂപമാണിത്. പാരമ്പര്യ തിരുവാതിരയെ പ്രോത്സാഹിപ്പിക്കാനാണ് മത്സരം സംഘടിപ്പിച്ചത്. 50,000 രൂപയാണ് ഒന്നാം സമ്മാനം. വരിക വാർത്തകളെ എന്ന ശീർഷകത്തിലാണ് നടത്തിവരുന്നത്. സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ ക്യാഷ് പ്രൈസാണ് ഞങ്ങൾ കൊടുക്കുന്നത്. 1,50,000 രൂപ ശില്പം സർട്ടിഫിക്കറ്റ്. രണ്ടാം സ്ഥാനക്കാർക്ക് 25,000 രൂപ ശില്പം സർട്ടിഫിക്കറ്റ്. മൂന്നാം സ്ഥാനക്കാർക്ക് 10,000 ശില്പം സർട്ടിഫിക്കറ്റ്. 24 ടീമുകൾ ഇത്തവണ ഞങ്ങൾക്ക് അപേക്ഷ തന്നിരുന്നു. അതിൽ നിന്നും ജഡ്ജസ് തിരഞ്ഞെടുത്ത 12 ടീമുകൾക്കാണ് ഫൈനൽ മത്സരത്തിലേക്ക് അവസരം കൊടുത്തത്. ഇന്നിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന 10 ടീമാണ്. കണ്ണൂർ ജില്ലയിൽ നിന്നുണ്ട്, പാലക്കാട് നിന്നുണ്ട്, മലപ്പുറത്തു നിന്നുണ്ട്, തൃശ്ശൂരിൽ നിന്നുണ്ട്, എറണാകുളത്തു നിന്നുണ്ട്. അങ്ങനെ സംസ്ഥാനത്തെ മിക്കവാറുമുള്ള ജില്ലകളിൽ നിന്നുള്ള 10 ടീമാണ് മത്സരിക്കുന്നത്. തിരുവനന്തപുരം കാർത്തിക തിരുനാൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന മത്സരം ഗായിക ബി അരുന്ധതി, സാമൂഹിക പ്രവർത്തക ഷീജ ജെയിംസ്, മാധ്യമപ്രവർത്തക ഹേമലത കണ്ണൻ, കവിയത്രി മല്ലിക വേണുകുമാർ, ലിഖ രാജൻ തുടങ്ങിയവർ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.